മാർച്ച് 28 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ചരമദിനം. 20-ാം നൂറ്റാണ്ട് ദർശിച്ച ഏറ്റവും ധീരനും സാഹസികനുമായ പത്രാധിപർ, സാഹിത്യകാരൻ, നിരൂപകൻ, സമൂഹ നവീകരണവാദി എന്നീ നിലകളിൽ ശ്രദ്ധേയനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1916 മാർച്ച് 28 അന്തരിച്ചു. 1878 മെയ് 25 നെയ്യാറ്റിൻകരയിൽ ജനിച്ച അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ BA പഠനം നടത്തുന്ന സമയത്തു തന്നെ കേരള ദർപ്പണം, കേരള പഞ്ചിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായി. 1905 കേരളൻ എന്ന മാസിക ആരംഭിച്ചു. 1906 ജനുവരിയിൽ അഞ്ചുതെങ്ങിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി. നാട്ടിലെ അനീതികൾക്കെതിരെയും അധികാരികളുടെ അഴിമതികൾക്കെതിരെയും പത്രത്തിലൂടെ തുറന്നെഴുതി. അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ രാജഗോപാലാചാരിയുടെ അഴിമതികളെയും രാജഭരണത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകളെയും അദ്ദേഹം നിർഭയം നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. ഇത് അധികാരികളെ ചൊടിപ്പിച്ചു. 1910 സെപ്റ്റംബർ 26 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഉത്തരവ് പ്രകാരം തിരുവിതാംകൂറിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്തുകയും പത്രവും പ്രസ്സും കണ്ടുകെട്ടുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നു നാടുകടത്തപ്പെട്ട അദ്ദേഹം പിന്നീട് മലബാറിലാണ് താമസമാക്കിയത്. ദാരിദ്ര്യവും രോഗവും അലട്ടിയിരുന്നെങ്കിലും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. മികച്ച ഒരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്ന അദ്ദേഹം എഴുതിയ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്ര ഗ്രന്ഥമാണ്. മലയാളത്തിലെ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് ഈ കൃതിയെ വിശേഷിപ്പിക്കുന്നു. 1912 അദ്ദേഹം കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിച്ചു. ഏഷ്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായി കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയത് ഇദ്ദേഹമാണ്. നാടുകടത്തപ്പെട്ട അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന എൻ്റെ നാടുകടത്തൽ എന്ന കൃതിയും ഏറെ ശ്രദ്ധേയമായി. 1916 മാർച്ച് 28 38-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും വോട്ടവകാശത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇതിൻ പ്രകാരം 21 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശമുള്ളതായി പ്രതിപാദിക്കുന്നു. 1988 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. 1889 മാർച്ച് 28 അത് നിലവിൽ വരുന്നത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. യുവാക്കൾക്ക് രാജ്യത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ്യം.